ഞാനിങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ഐറ്റം എൻ്റെ കണ്ണിൽ പെട്ടു. ഓക്കെ, സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്കോറർ എന്ന് പറയും, സ്ക്രബ്ബർ എന്ന് പറയും, ഞാൻ ചേരിന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള കട്ടി വാട്ടൊന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇതിന് ഇതും അതും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് 4 ദിർഹമാണ്. ഓക്കെ, ആ വീഡിയോയിൽ ഞാൻ കണ്ടത് ഇതിന് പറയുന്നത് ടിഫാനി സ്റ്റീൽ വൂൾ ബ്രേസ്ലെറ്റ്. ഓക്കെ, ഈ സാധനത്തിന് അതിലവരിട്ട പൈസ എത്രയാണെന്ന് അറിയോ? $11,000. അതായത് ദിർഹത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 40,000 ദിർഹം. ഞാൻ ആലോചിക്കും ഇതൊക്കെ ഉള്ളതാണോ അത് ചുമ്മാ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇവർ പറയുന്നതാണോ? ഈ സാധനം അവർ പുറത്തെടുത്തത് എങ്ങനെയെന്ന് അറിയോ? നമ്മൾ റിംഗ് ഒക്കെ ഇട്ടുന്ന ഒരു ബോക്സിൽ, നമ്മൾ ഗോൾഡിൽ വാങ്ങി കിട്ടുന്ന ഒരു ബോക്സിലെ അതിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ തുറന്നിട്ട് അവരിങ്ങനെ കയ്യിലിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ വിളിക്കുന്നു, ഇതല്ലേ നമ്മൾ 2-3 ആഴ്ച കൂടുമ്പോൾ മോശമാകുമ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്ത് കളയാറ്. 40,000 ദിർഹത്തിൻ്റെ സാധനം ഇത്. അതുകൊണ്ട് ഇനി നമ്മളിതെല്ലാം യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കേട്ടോ. കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഇനി ഞാൻ അഗൈൻ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഇതാണ് ഞാൻ കണ്ടിട്ടുണ്ടായത്. but then it looks like a bracelet അല്ലേ, ഒരു വള പോലെയൊക്കെ സംഭവം. ശരിയാണ്, കാണാനൊക്കെ അതുപോലെ ഉണ്ട് അല്ലേ. The Tiffany steel wool bracelet priced at $11,000 inspired by real kitchen steel wool scrubbers. ട്രെൻഡിങ് ആണ്. നമ്മൾ കണ്ണൂർ ഭാഷയിൽ കൊട്ടാന്ന് പറയും, കീസ് എന്ന് പറയും, കവർ എന്ന് പറയും, അങ്ങനെ പല പേരും. ഇതിന് പറയുന്നതാണ് ബാലൻസിയാഗ, അതായത് നമ്മുടെ വേസ്റ്റ് കൊട്ട. ഇതിൻ്റെ പച്ച ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഇതിൻ്റെ മഞ്ഞ ഉണ്ടായിരുന്നു, ഇതിൻ്റെ റെഡ് ഉണ്ടായിരുന്നു, വൈറ്റ് കുറേ ഉണ്ട്. ബാക്കിയുള്ള ഞാനിങ്ങനെ വേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടിട്ട് എല്ലാം കളഞ്ഞു. ഇതിനെത്രയാണെന്നറിയോ? $1,000. ഓക്കെ, അതായത് 6,000 ദിർഹത്തിൻ്റെ സാധനമായത്. അഗൈൻ എനിക്കിത് വിശ്വസിക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോഴും ഞാൻ ആലോചിക്കായിരുന്നു, ദൈവമേ ഇനി ഇത് വല്ല ട്രോളിന് വേണ്ടിയിട്ടേ ആൾക്കാർ ഇറക്കിയതാണോ എന്ന്. ബിക്കോസ് ഞാനൊരു ലേഡി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ, ഞാൻ വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം, ഒരു ലേഡി ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞ ഒരു സാധനം എടുത്ത് കൊണ്ടുപോകാൻ മടിയാണ്. മീനും പച്ചക്കറി അല്ലാണ്ട് ഞാനിത് വേറെ ഒന്നിനും ഞാനിത് യൂസ് ചെയ്യലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കരുതിയിട്ട് യൂസ് ചെയ്യുക. അത്രയും ഡിമാൻഡുള്ള സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്.